സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. ആക്രമണത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം ചർച്ചയായി. മണിപ്പൂരിലെ ഇംഫാലിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നീക്കം. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, റോക്കറ്റ് മിസൈലുകൾ അടക്കം ഉപയോഗിക്കുന്നു. അത്തരത്തിൽ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യം അതിരൂക്ഷമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കാൻ ആണോ ഈ CRPF-നെ വിന്യസിക്കുന്നത്? മറ്റെന്തൊക്കെ നീക്കങ്ങൾ, നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മണിപ്പൂരിലുണ്ടാകുന്നത്? ഗോകുൽ, മണിപ്പൂരിലെ 3 ജില്ലകളിലാണ് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ്, ഒപ്പം തന്നെ തൗബാൽ ജില്ലകളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണി മുതൽ ഈ ജില്ലകളിലൊക്കെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആക്രമണങ്ങളും സംഘർഷങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി ഇടപെട്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ എന്തെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനം, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മണിപ്പൂരിൽ ഈ മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇരുവർക്കുമിടയിൽ ചർച്ചയായത്. ഈ മാസം തുടക്കം മുതലാണ് ആദ്യഘട്ടത്തിൽ ഒരു ഡ്രോൺ ആക്രമണം ആ മേഖലയിൽ ഉണ്ടാവുന്നത്. പിന്നീട് അങ്ങോട്ട് മണിപ്പൂർ സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ കല്ലേറും അങ്ങനെയുള്ള ഒരു ആക്രമണത്തിലേക്ക് അവർ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ നിലവിലെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഘർഷമാകുന്ന സാഹചര്യം അത് ഒന്ന് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലേക്കുള്ളൊരു പുതിയ നീക്കം കൂടി മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ആസാം റൈഫിൾസ്, 2 ആസാം റൈഫിൾസ് സംഘത്തിന് പകരം, ടീമുകൾക്ക് പകരമായി CRPF-നെ അവിടെ വിന്യസിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു നീക്കം കേന്ദ്രം അത് നടത്തിയിരുന്നുവെങ്കിൽ പോലും മണിപ്പൂരിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതിനെ തുടർന്ന് രൂപപ്പെട്ടിരുന്നു. പിന്നാലെ ആ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു നീക്കം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, കേന്ദ്രം ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തണം, മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. MLA-മാരും മുഖ്യമന്ത്രിയും ഏതാണ്ട് 9 നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് അന്ന് ഗവർണർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് CRPF-നെ തന്നെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. നിലവിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.